ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ ആ ഒരു ഡൗട്ട്സിന് ഒരു ക്ലാരിറ്റി വന്നിരിക്കുകയാണ്. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഈ മട്ടാഞ്ചേരി മാഫിയ ഇതേ കണക്ക് മോഹൻലാലിനെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഇദ്ദേഹം വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ പലപ്പോഴും വെളിയിലിരുന്ന് നമുക്ക് അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്ക് സിനിമയ്ക്കുള്ളിലെ കാര്യങ്ങൾ അറിയില്ല. നേരെ മറിച്ച് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തി സിനിമയ്ക്കുള്ളിലുള്ള ഒരാൾ തന്നെയാണ്, അറിയാം. സ്വന്തമായിട്ട് ഇതെടുക്കുകയാണെങ്കിലും പിന്നെ അമ്മയുടെ ഭാഗമായിട്ട് തന്നെ മമ്മൂട്ടി അടക്കമുള്ള ഒരു 4 സിനിമകളിൽ അദ്ദേഹം പാട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സന്തോഷ് പണ്ഡിറ്റ് ഈ മട്ടാഞ്ചേരി മാഫിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. 2014 മുതൽ മട്ടാഞ്ചേരി മാഫിയ വരുന്നു, ഇതിനകത്ത് ലഹരി കൂടുതൽ ഉപയോഗിക്കുന്നു. ഇതിനെപ്പറ്റി മൂവി മെൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ചാനലിലൂടെയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ പോയി കാണണം. അതിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് കേട്ട് നോക്കാം, എന്നിട്ട് പറയാം. ലൈംഗിക ആരോപണം പറഞ്ഞ് ഒരു മാഫിയ ഉദ്ദേശിക്കുന്നുള്ളൂ കുറേ നടന്മാരെ മാനം കെടുത്തുകയും അവരെ ഫീൽഡിലോട്ടാക്കാൻ പറ്റുകയും ചെയ്യുകയും ഈ രണ്ട് സംഘടന പിടിച്ചെടുക്കുകയും ചെയ്യാനാണ് ഇവർക്ക് സ്ത്രീകളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല അവർ ചെയ്യുന്നത്. ഇവൻ ഇപ്പോൾ പുതുതായിട്ട് ഒരു യുവ നടനെതിരെ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കേസ്. 6 പേര് മയക്കുമരുന്ന് കൊടുത്ത് 5 ദിവസം പീഡിപ്പിച്ചു എന്നാണ്. മോഹൻലാൽ എന്ന നടനെ സ്ട്രേറ്റ് ആയിട്ട് ആക്രമിക്കാം. ഇത് ഞാൻ പറഞ്ഞ ഇവിടുത്തെ വിഷയം ഇവർക്ക് സ്ത്രീകളെ അല്ല, ഇത് ആണെന്ന് നമ്മൾ ഇതാണ്. പക്ഷേ അതിൽ സൂപ്പർ സ്റ്റാറിന്റെ പേരാണല്ലോ, സൂപ്പർ സംവിധായകന്റെ പേരാണല്ലോ. നടിയുടെ ആക്രമിച്ച കേസിലും ഇപ്പം ചില നടന്മാരെ അവരുടെ പേരൊന്നും പറയുന്നില്ല, അവർക്ക് ഒരു പർട്ടിക്കുലർ നടനോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഇത് സ്റ്റാർക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു നടനുമായി അറിഞ്ഞോ അറിയാതെ ഏതോ ബന്ധമുണ്ടെന്ന് ഒരാൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആ നടനോട് അതുവരെ ഈ നടന്മാരൊന്നും വേണ്ടിയിട്ടില്ല, ആ നടനോട് ദേഷ്യമുള്ള ചില നടന്മാർ, അതായത് ഇവർ വന്ന കാലത്ത് ഈ നടൻ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ വ്യക്തി ചിന്തിക്കുന്നു. എങ്കിൽ ഇപ്പോൾ കിട്ടിയ ചാൻസാണ്. നമുക്ക് സ്ത്രീ സമത്വം വേണം, എന്തൊക്കെയാ പറഞ്ഞു മയക്കുമരുന്ന് തന്നെ പീഡിപ്പിച്ചു. ഇതിങ്ങനെ നമ്മളൊരു ജനറലി മോളെ എന്നെ പിടിപ്പിച്ചില്ലേ എന്തൊക്കെയാണ് തന്നെ മൈക്രോമരുന്ന് MDMA ഓക്കെ വെരി ഗുഡ് MDMA അല്ല നടന്മാർക്ക് വേണ്ടത് വ്യക്തി വരികയാണ്. ഇവൻ എനിക്കിട്ട് പണിതവനാണ്, ഇനി ഇവൻ ഒരു പണി ഞാൻ അങ്ങോട്ട് കൊടുക്കാം. തിരുവനന്തപുരം മാഫിയ, എറണാകുളം മാഫിയ, മട്ടാഞ്ചേരി മാഫിയ ഏറ്റവും പുതുതായിട്ട് വന്ന ഇവിടെ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന കുറേ കാര്യങ്ങൾ കൃത്യമായി മൂവി അനലൈസ് ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവും. കാര്യം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങൾ പക്ക കാര്യങ്ങളായിരുന്നു. അദ്ദേഹം അനലൈസ് ചെയ്ത കുറേ കാര്യങ്ങളെ പറ്റിയാണ്. ഇതല്ലാതെ ഒരുപാട് വിഷയങ്ങളെ പറ്റി അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ഇതിനകത്ത് മട്ടാഞ്ചേരി മാഫിയ 2014 മുതൽ സ്റ്റാർട്ട് ചെയ്ത മട്ടാഞ്ചേരി മാഫിയെ പറ്റി പറയുന്നുണ്ട്. അതിനു മുമ്പ് എറണാകുളം മാഫിയ, നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1990-കളിലൊക്കെ ഈ പറയുമാതിരി ഈ എറണാകുളം മാഫിയ എന്ന് പറയുന്നൊരു ടീമായിരുന്നു ഭരിച്ചിരുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ പൃഥ്വിരാജിൻ്റെ അച്ഛനൊക്കെ അതിൻ്റെ പാർട്ടായിട്ട് എറണാകുളം മാഫിയ എന്ന് പറയുന്നൊരു ടീം 2014 വരെ ഫോളോ ചെയ്ത് പോയിരുന്നു. കാര്യം അവർ തമ്മിലുള്ള അടിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അമ്മ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനകൾ ഉണ്ടാകുന്നത്. അതിന് ശേഷം വന്ന ഈ എറണാകുളം മാഫിയയിൽ തന്നെ 2 മാഫിയ ഉണ്ടായി. ഒന്ന് മട്ടാഞ്ചേരി മാഫിയ, അതായത് ആഷിഖ് അബു അങ്ങനെ ഇതാകുന്ന പൃഥ്വിരാജ് അടങ്ങുന്ന വേറൊരു സംഘം. ഈ പൃഥ്വിരാജൊക്കെ സംഘടനയുടെ മുകളിലേക്ക് വന്ന മട്ടാഞ്ചേരി മാഫിയക്ക് കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും എറണാകുളം മാഫിയ അത്ര നല്ല ടീമൊന്നും അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നിവിൻ പോളിക്കെതിരെയൊക്കെ ഈ ആരോപണം വന്നത്. ഇതിനകത്ത് ഇദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ഈ മട്ടാഞ്ചേരി മാഫിയയുടെ ഒരു പാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ WCC. അതിനകത്ത് പല അംഗങ്ങൾക്കും അറിയില്ല ഇതിനകത്ത് മട്ടാഞ്ചേരി മാഫിയയുടെ ഒരു ഗെയിം നടക്കുന്നുണ്ടെന്ന്. കൃത്യമായിട്ട് പറഞ്ഞാൽ ആഷിഖ് അബുവിനെതിരെയുള്ള പ്രശ്നങ്ങൾ, റീമ കല്ലിങ്കൽ നടത്തുന്ന ഈ ലഹരി മാഫിയയുടെ വിഷയങ്ങൾ, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാത്തതുകൊണ്ട് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന സിനിമാ ലോകത്തേക്ക് എത്തിപ്പെടും, അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന ഒരു മലയാളം ഇൻഡസ്ട്രി ഉണ്ടാവുമെന്ന് ഭയന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറേ ഇവർക്ക് അടിമപ്പെട്ട് നിൽക്കുന്ന കുറേ മാധ്യമങ്ങളും മുന്നിലുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പോലെയുള്ള ലഹരി മാഫിയക്കെതിരെയുള്ള കാര്യങ്ങളാണ് ശക്തമായി മുന്നോട്ട് വരേണ്ടത്. അത് വരും ദിവസങ്ങളിൽ വരും. ഈ പറയുമാതിരി അമ്മയുടെ ഭാഗത്തു നിന്നൊക്കെ റിയാക്ഷൻ ഉണ്ടാവും. അതായത് തിരുവനന്തപുരം മാഫിയയുടെ ഭാഗത്തുനിന്നൊരു റിയാക്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് എറണാകുളം ടീമിലെ ഒരാളെ ഇപ്പം നിവിൻ പോളിയെ തൊട്ട് കഴിഞ്ഞു, ഇനിയിപ്പോൾ റിയാക്ഷൻ ഉണ്ടാവും. ഇനി കൂടുതൽ ദിവസങ്ങളിൽ ഈ ലഹരിയെ പറ്റിയൊക്കെ കൂടുതൽ സംസാര വിഷയങ്ങളാവും. ഇതെല്ലാം ഇദ്ദേഹം കൃത്യമായിട്ട് ഗസ് ചെയ്യുന്നുണ്ട്, നമുക്ക് കണ്ടറിയാം. ഇത് മാത്രമല്ല തമിഴ് സിനിമയിലൊക്കെ ഇപ്പം ഈ പറയുന്ന മീറ്റു ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വിശാലൊക്കെ ആകെ പെട്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പം ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അത് മാന്യമായ ഭാഷയിൽ മാത്രം. അപ്പം താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.